തമിഴ്നാട്ടിലെന്ന പോലെ കേരളത്തിലും ഒരുപാട് ആരാധകരുള്ള നടനാണ് വിജയ്. ഒരുപക്ഷെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറിനോളം തന്നെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവരെക്കാട്ടും മേളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ സമ്മതിച്ചു തരേണ്ടി വരും. കാരണം ഒരു വിജയ് സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഓപ്പണിങ്ങും അതിൻ്റെ ഒരു കളക്ഷനും ഒക്കെ പലപ്പോഴും ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ ചിത്രങ്ങളെക്കാട്ടും ലഭിക്കാറുണ്ട്. എല്ലാ സിനിമകളും അല്ല എങ്കിലും ചില സിനിമകളൊക്കെ. അപ്പൊ ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്നത് 10 വർഷം മുമ്പ് ഇറങ്ങിയ വിജയുടെ ഒരു സിനിമ. അതായത് ആ ഒരു 2026 അപ്പോൾ 2016 റിലീസായ ഒരു സിനിമ, ഏപ്രിൽ 14 റിലീസായ ഒരു സിനിമ. ആ സിനിമയുടെ 10ാം വാർഷികമാണ്. അപ്പോൾ അതിന്റെ കുറെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പം കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് 10 വർഷമായി എന്നത് ഓർമ്മ വന്നത്. അത് മറ്റൊന്നുമല്ല, മറ്റേത് സിനിമയല്ലാതെ നമ്മുടെ തെരി എന്ന് പറയുന്ന ഒരു സിനിമയാണ് വിജയുടെ. വിജയ് ഒരു പോലീസ് ഓഫീസറായിട്ട്, IPS ഓഫീസറായിട്ട് വന്ന വളരെ കുറച്ച് സിനിമകൾ മാത്രമേ വിജയ് അങ്ങനെ ഒരു പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫീസർ ഇതിലൊക്കെ ആ ഒരു ഇതിൽ എനിക്കൊന്ന് തുപ്പാക്കിക്കാണ് തോന്നുന്നത് അതിന്റെ ഒരു തുടക്കമൊക്കെ. എന്തായാലും തെറി എന്ന് പറയുന്ന ഒരു സിനിമ ആറ്റ്ലി എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ കരിയർ മാറ്റിമറിച്ച സിനിമ. ഇപ്പൊ ആറ്റ്ലി വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ വന്നാണ് ഈ പറഞ്ഞ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ പഠിച്ചിറങ്ങി ശങ്കറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി. ശങ്കറിന്റെ കൂടെ യന്ത്രനിലും അതുപോലെ തന്നെ നൻപൻ എന്ന് പറയുന്ന ഒരു സിനിമയിലും വർക്ക് ചെയ്തു. അപ്പൊ നൻപൻ നമുക്കറിയാം 3DS എന്നുള്ള സിനിമയുടെ റീമേക്ക് ആണ്. അപ്പൊ നൻപനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വിജയായിട്ട് ഒരു പരിചയം ഉണ്ടായി. ഒരിക്കലും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അങ്ങനെ ഒരു താരവുമായിട്ട് പ്രത്യേകിച്ച് ആറ്റ്ലിയൊക്കെ ചെറുപ്പമാണ്, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല. എങ്കിലും അന്നേ ആറ്റ്ലിനെ വിജയ് ശ്രദ്ധിച്ചിരുന്നു. പറ്റിയ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ തമ്മിലൊരു പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആറ്റ്ലി പിന്നെ രാജാറാണി എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ശരിക്ക് ജയ്യും അതുപോലെയുള്ള നസ്രിയ അങ്ങനെ കുറച്ച് പേരൊക്കെയാണല്ലോ. നയൻതാരയാണ് അതിൽ മെയിൻ റോള്, പിന്നെ ആര്യയുണ്ട്. അപ്പൊ ഇവരൊക്കെ വെച്ചിട്ട് വളരെ ചെറിയൊരു സിനിമ എന്ന രീതിയിൽ പറയാം. ഒരു ഫാമിലി റൊമാൻറ്റിക് പടം. അത് പക്ഷെ ഭയങ്കര ഹിറ്റായി. ഏകദേശം 50 കോടി രൂപയോളം ആ ഒരു സിനിമ വേൾഡ് വൈഡ് കളക്ട് ചെയ്തു. അപ്പൊ ആറ്റ്ലി എന്ന് പറഞ്ഞ സംവിധായകൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇത് കഴിഞ്ഞിട്ട് വിജയ് ഈ പറയുന്ന ആറ്റ്ലിയുടെ സിനിമ തിരികെ രാജറാണി കണ്ടു. എന്നിട്ട് വിജയ് എനിക്ക് പറ്റിയ സ്ക്രിപ്റ്റ് ആലോചിക്കാൻ പറഞ്ഞു. അപ്പൊ ആറ്റ്ലിയും ഒരു വിജയ് ഫാനാണ്. എല്ലാവരും വിജയ് ഫാൻസ് തന്നെയാണ്. ആറ്റ്ലി ഒരു ഹാർഡ് കോർ വിജയ് ഫാനാണ്. അങ്ങനെയാണ് ആറ്റ്ലി ഈ പറയുന്ന തെരി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു കഥയൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ ശരിക്കും അതിൻ്റെ ഒരു കഥ 1990 മണിരത്നം സ്ക്രിപ്റ്റ് എഴുതി, മണിരത്നത്തിന്റെ അന്നത്തെ ഒരു ശിഷ്യൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമയുണ്ട്, ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു സിനിമ. വിജയകാന്തും ബാനിപ്രയൊക്കെ അഭിനയിച്ച. അപ്പൊ ഏകദേശം അതിന്റെ ഒക്കെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സിനിമയ്ക്ക്, ഈ തെറി എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയ്ക്ക്. അപ്പോൾ എപ്പോഴും രാജാറാണിയാണെങ്കിലും പണ്ട് മൗനരാഗമല്ല, ഞാൻ പെട്ടെന്ന് പേരിട്ട്, മണിരത്നത്തിന്റെ ആ കാർത്തിക്കും മോഹനും രേവതിയൊക്കെ അഭിനയിച്ചിട്ട് സിനിമയുണ്ടല്ലോ മൗനരാഗം തന്നെ. അപ്പൊ ആ ഒരു സിനിമയിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. എല്ലാ സിനിമകളും ആറ്റ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ എവിടേക്കോ 80കളിലോ 90കളിലൊക്കെ നമ്മൾ കണ്ട കുറെ സിനിമകളുടെ ഒരു സാമ്യതയുണ്ട്. ഒരിക്കലും അത് കോപ്പിയടി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ആ ഒരു കഥ എടുത്തിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആറ്റ്ലി അത് വിജയിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ആറ്റ്ലിയുടെ ഒരു വലിയൊരു മിടുക്കെന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും തെറി എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു. കലൈപ്പുലി താനു എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്, അദ്ദേഹം രംഗത്ത് വരുന്നു. എന്നിട്ടാണ് ബാക്കി കാസ്റ്റിങ്ങും അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളിലേക്കൊക്കെ എല്ലാം കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വിജയ് പുലി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 2012 എന്ന് പറയുന്ന ഒരു വർഷം, അതിനു മുമ്പ് കുറച്ച് പരാജയങ്ങളായിരുന്നു വിജയ്ക്ക്. അത് കഴിഞ്ഞ് 2011 ആയപ്പോൾ കാവലനും അത് കഴിഞ്ഞ് വേലായുധവും ഇതൊക്കെ അത്യാവശ്യം വിജയങ്ങളായ ശേഷം 2012 തുപ്പാക്കി എന്ന് പറഞ്ഞ സിനിമ വിജയുടെ കരിയർ ആദ്യത്തെ 100 കോടി പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. തുപ്പാക്കിയോടുകൂടി വിജയ് വേറൊരു ലെവലിലോട്ട് പോയി. അതായത് അതുവരെ ഉണ്ടായിരുന്ന വിജയുടെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോയി. അത് തുപ്പാക്കി കഴിഞ്ഞു, പിന്നെ കത്തി വരുന്നു, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ തലൈവ ചെയ്യുന്നു. പിന്നെയാണ് പുലി എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതങ്ങനെ ഇതിന്റെ ഷൂട്ട് 2015 തന്നെ ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നു. അപ്പൊ കാസ്റ്റിംഗ്, അപ്പൊ ആദ്യം നയൻതാര എന്ന പേര് കേട്ടിരുന്നു. പിന്നെ നയൻതാര മാറി സാമന്ത വരുന്നു, ആമി ജാക്സൺ വരുന്നു, പ്രഭു ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. സുനൈന ഗസ്റ്റ് റോൾ ചെയ്യുന്നു. പിന്നെ നൈനിക എടുത്തു പറഞ്ഞിട്ടാണ്, അന്ന് ബാലതാരമാണ്, ഇന്ന് നൈനിക വലുതായി. നമ്മുടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടി മീനയുടെ മകളാണ്. അതിലാണ് മകളായിട്ട് എനിക്കൊന്ന് വിജയും ആ കുട്ടിയും തന്നെയാണ് ആ പടത്തിൽ ത്രൂ ഔട്ട് ഉള്ളത്. തെരി ബേബി എന്നൊക്കെ പറഞ്ഞ അന്ന് കുറെ മീമുകളും ട്രോളുകളൊക്കെ അതുപോലെയൊക്കെ കണ്ടിരുന്നു. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടി. എനിക്ക് തോന്നുന്നു 10-17 വയസ്സൊക്കെ ആയിട്ടുണ്ട്. 10 വർഷം മുമ്പല്ലേ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഏകദേശം 5 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ളൂ. രാധിക ശരത് കുമാർ ഇതിൽ അഭിനയിക്കുന്നത് 1988 അതിൽ ഇത് എങ്കൽ നീതി എന്ന് പറഞ്ഞിട്ട്, അന്ന് വിജയുടെ അച്ഛൻ SA ചന്ദ്രശേഖർ ഡയറക്ട് ചെയ്ത റാംകി ഒക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. അതിൽ രാധിക അഭിനയിച്ചിട്ടുണ്ട്. അതിൽ വിജയ് ഒരു എന്താ പറയുക ഒരു ടീനേജറാണ്. അതിൽ വിജയ് ഹീറോ ആവുന്നതിന് മുമ്പ് ചെയ്ത അവസാനത്തെ കുറച്ച് സിനിമകൾ, ബാലതാരമായിട്ട് വിജയ് ചെയ്ത അവസാനത്തെ സിനിമകൾ ഒരു സിനിമയായിരുന്നു. അതിനുശേഷം വിജയ് നായകനായി സൂപ്പർ സ്റ്റാർ ആയിട്ട് എത്രയോ വർഷങ്ങൾക്ക് 32-34 വർഷങ്ങൾക്ക് ശേഷമാണ് രാധികയും വിജയും തമ്മിലൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത്.
എന്തായാലും ചെത്രൈന എന്ന് പറയുന്ന സിനിമ കണ്ടവർക്ക് ഇതിന്റെ ഒരു കഥയായിട്ട് സാമ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. എങ്കിലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഒരു വിജയ് ആരാധകർക്ക് അതൊരു വിരുന്ന് തന്നെയായിരുന്നു. അതിന് തൊട്ട് ഈ പറഞ്ഞ പുലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. പുലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി അത് പരാജയപ്പെട്ടു. വിജയിച്ച പോലെ ഒരു ഏറ്റില്ല. ഇങ്ങനെ കളക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുവരെയുള്ള പല വിജയ് സിനിമകളെക്കാട്ടും കൂടുതൽ ഇനീഷ്യലൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ അത് വിജയ് ഫാൻസിന് അത് നിരാശ തന്നെയായിരുന്നു. ആ സമയത്താണ് ഇതിന്റെ ഷൂട്ട് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷൂട്ടാണെങ്കിൽ പലപ്പോഴും ഡിലേ ആയിട്ടുണ്ട്. ഈ സംഘടനയിലെ ചില സമരം വരുന്നു. പിന്നെ ചെന്നൈയിൽ ഫ്ലഡ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2015 ഡിസംബറിൽ വലിയൊരു ഫ്ലഡ് ചെന്നൈയിൽ ബാധിച്ചിരുന്നു. അത് തമിഴ്നാട് മുഴുവനും കുലുക്കിയിരുന്നു. ആ ഫ്ലഡൊക്കെ വന്ന സമയത്ത് ഇതിന്റെ ഷൂട്ടൊക്കെ നീണ്ടുപോരുന്നു. അങ്ങനെ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് 2016 ഏപ്രിലിൽ തന്നെ ആ ഒരു സിനിമ തിയേറ്ററിൽ, ഏപ്രിൽ 14 തിയേറ്ററിൽ എത്തിച്ചു. കേരളത്തിൽ അന്ന് ഫ്രൈഡേ ഫിലിം ഹൗസാണ് ആ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അന്ന് വരെയുള്ള ഒരു അന്യഭാഷ സിനിമയ്ക്ക്, മലയാളം അല്ലാത്ത ഒരു സിനിമയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ പൈസ കൊടുത്തിട്ടാണ് അതിന്റെ റൈറ്റ്സ് മേടിച്ചത്. അത് മിനിമം ഗ്യാരണ്ടി ആണോ അതോ ഔട്ട്റൈറ്റർ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ 5 കോടി 5.5 കോടിക്ക് മുകളിലാണ്. മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടിക്ക് എടുക്കുകയാണ്. പിന്നീട് ലാഭം വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസ് അവിടുത്തെ തമിഴ്നാട് ആരാണ് ഇങ്ങോട്ട് തരുന്നത് അവരായിട്ട് ഷെയർ ചെയ്യണം. നഷ്ടമാണെങ്കിലും അത് തിരിച്ചു തരണം എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ, കേരള ഡിസ്ട്രിബ്യൂട്ടർക്ക് മിനിമം ഗ്യാരണ്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ റിസ്ക് കുറയും എന്നുള്ളതാണ് പറയുക. പിന്നെ ആ സമയത്ത് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങണ സമയം തമിഴ്നാട് ഇലക്ഷന്റെ സമയമാണ്. ഇന്നിപ്പോ അത് വീണ്ടും ഒരു ഇലക്ഷൻ 5 വർഷം കഴിഞ്ഞ് ഇപ്പൊ 2016 16 ഇലക്ഷന്റെ ഒരു സമയത്താണ്. അത് കഴിഞ്ഞ് 2021 കഴിഞ്ഞു. 21 സ്റ്റാലിനൊക്കെ വന്നത്. ഇപ്പൊ 2026 വീണ്ടും ഡി എം കെ തുടർ ഭരണം വരുമോ ADMK വരുമോ എന്നുള്ള ചർച്ചയിൽ നിൽക്കുകയാണ്. എന്തായാലും 2016 ഒരു ഇലക്ഷൻ ടൈമിൽ തന്നെയാണ് ആ ഒരു സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങുന്നത്. പിന്നെ ഇപ്പോ ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസിന് മുമ്പ് പൈറസി പ്രശ്നങ്ങൾ അതിന്റെ ലീക്കായി എന്ന് പറഞ്ഞു. അന്നും പൈറസി ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്കും തിയേറ്ററിൽ ഇറങ്ങിയ ശേഷം കോയമ്പത്തൂരൊക്കെ ചില തിയേറ്ററുകളിൽ ആരൊക്കെയോ സിനിമ ഷൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമ മാത്രമല്ല, സൂര്യയുടെ ഈ 24 എന്ന് പറയുന്ന സിനിമയും ഇതുപോലെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും പൈറസിക്കെതിരെയൊക്കെ വിജയ് ഫാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. ഈ സിനിമ ആദ്യമായിട്ട് വിജയുടെ 150 കോടി രൂപ കളക്ട് ചെയ്ത സിനിമയാണ്. 100 crore തുപ്പാക്കി ഉണ്ടായിരുന്നു. 150 crore ക്ലബിൽ വിജയ് കയറിയ ഒരു സിനിമയായിരുന്നു തെറി എന്ന് പറയുന്നത്. ഈ സിനിമ ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ആസാമീസും അതുപോലെ സിംഹലയിലും റീമേക്ക് ചെയ്തു. ഹിന്ദിയിൽ ബേബി ജോൺ എന്ന പേരിൽ കഴിഞ്ഞ വർഷം 2024 ഡിസംബറിലായിരുന്നു എന്നിട്ട് തോന്നുന്നു. 2024 ഡിസംബറിലായിരുന്നു തോന്നുന്നു. അതെ, ബേബി ജോൺ എന്നുള്ള പേരിൽ വരുൺ ധവാനാണ്, അത് ആറ്റ്ലിയുടെ ശിഷ്യനാണ് അതോടെ ഡയറക്ട് ചെയ്തത്. അപ്പോഴേക്കും ആറ്റ്ലി അവിടെ ജവാനൊക്കെ കഴിഞ്ഞ് ഒരു പേരെടുത്തിരുന്നു. അപ്പൊ ആറ്റ്ലി തന്നെയായിരുന്നു തോന്നുന്നു പ്രൊഡ്യൂസർ, അതോ പ്രസൻസ് എന്തായിരുന്നു. എന്തായാലും കീർത്തി സുരേഷ് അഭിനയിച്ചു. വേറെ ആയിരിക്കും ഞാൻ മറന്നുപോയി. എന്തായാലും ആ സിനിമ അവിടെ ഭയങ്കര ഫ്ലോപ്പായി. ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞ പവൻ കല്യാണം, തെലുങ്കിലെ സ്റ്റാറായ പവൻ കല്യാൺ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയി ഉപമുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം ഇപ്പൊ സിനിമ ഇനിയിപ്പോ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിൽക്കുന്ന സമയത്ത് ഈ സിനിമ കുറെ മുമ്പ് കമ്മിറ്റ് ചെയ്ത കാരണം ഉസ്താദ് ഭഗത് സിംഗ് ചെയ്തു. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ആ സിനിമയും അവിടെ ഫെയിലിയർ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിംഹലയിലും ആസാമീസിലും എനിക്കറിയില്ല, എങ്കിലും വിജയുടെ ആ ഒരു സ്വാഗും വിജയ് ചെയ്തു വെച്ചത് വേറൊരു ഭാഷയിൽ പോയിട്ട് വിജയിച്ചിട്ടുണ്ട്. പല സിനിമകളും വിജയിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പോക്കിരിയൊക്കെ സന്മാഗാനൊക്കെ ചെയ്തിട്ട് വിജയിച്ചതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും തെറി ഒരു വിജയുടെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് 5 സിനിമകൾ ഒന്ന് തന്നെയായിരിക്കും. കാരണം അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതിൽ വിജയുടെ ചില സീൻസ്, ഡയലോഗ്സ്, സോങ്സ് എടുത്തു പറഞ്ഞാണ്. ജി വി പ്രകാശ് അതിന് മുമ്പ് വിജയുടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ആറ്റിയുടെ രാജാറാണി ജി വി പ്രകാശ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്തത്. അപ്പൊ ജി വി പ്രകാശും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇതിൽ സിംഗേഴ്സ് ആയിട്ട് ഇതിൽ വിജയ് പാടിയിട്ടുണ്ട്. ചെല്ലക്കുട്ടി എന്ന് പറയുന്ന പാട്ടൊക്കെ നമ്മൾ ഇപ്പോഴും മൂളുന്നതാണ്. ടി രാജേന്ദ്ര പാടിയിട്ടുണ്ട്. ദേവ വളരെ സീനിയർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറും സിംഗറാണ്, അദ്ദേഹത്തിന് ഇതിൽ കൊണ്ടൊന്ന് പാടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു വിരുന്ന് തന്നെയായിരുന്നു അന്ന് വിജയ് ഫാൻസിലെ. അത് നമ്മുടെ ഒരു വിഷു സീസൺ ആണ് നമുക്കും. അന്നും വിഷു സീസണും ഇവിടെയും ഭയങ്കര ഒരു ഓളം തിയേറ്ററുകൾ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ഇത്. അതിന് ശേഷം റിലീസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും റിലീസ് ചെയ്തപ്പോഴും മോശമല്ലാത്ത കളക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വിജയുടെ മറ്റു സിനിമകൾ, വിജയുടെ ഏറ്റവും കൂടുതൽ റിലീസിൽ കളക്ട് ചെയ്തിട്ടുള്ള ഗില്ലിയാണ്, പിന്നെ സച്ചിനാണ്. അതിന്റെ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം റിലീസുകളിൽ മോശമല്ലാത്ത കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ജനനായകൻ ജനുവരിയിൽ പൊങ്കലിന് റിലീസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ റിലീസ് ആവാത്ത സമയത്ത് എനിക്ക് തോന്നുന്നു തെറിയ ഒരു വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആറ്റ്ലിയുടെയും കരിയർ മാറ്റിമറിച്ചു. ഇത് കഴിഞ്ഞിട്ട് ആറ്റ്ലി വിജയനായിട്ട് മേഴ്സൽ അതുപോലെ തന്നെ ബിഗിൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. രണ്ടും വിജയിച്ച ഒരു സിനിമ തന്നെ. പ്രൊഡ്യൂസർക്ക് അങ്ങനെ ഭയങ്കര ലാഭമൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗിലോ മേഴ്സലോ ഏതോ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർക്ക് അങ്ങനെ വലിയ ലാഭമൊന്നും കിട്ടിയില്ല എന്ന് പിന്നീട് ചർച്ച നടക്കുന്നത്. അത് അതിന്റെ ബഡ്ജറ്റ് കാരണമാണ്. പക്ഷെ എങ്കിലും കളക്ഷൻ വൈസ് എന്നും വിജയ് ഒരു വലിയൊരു കളക്ഷൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മേഴ്സലും ബിഗിലൊക്കെ ഇവിടെയും അത്യാവശ്യം നല്ല പേര് കിട്ടിയ സിനിമ. എനിക്ക് തോന്നുന്നു ബിഗിലിന്റെ കൂടെയായിരുന്നു കൈദി ഇറങ്ങിയിരുന്നത്. പക്ഷെ എങ്കിലും കൈദിയും വിജയിച്ചു, ബിഗിലും വിജയിച്ചിട്ടുണ്ട്.
ഇത് കഴിഞ്ഞ് ആക്ച്വലി ഹിന്ദിയിൽ പോയിട്ട് ജവാൻ എന്ന് പറഞ്ഞ സിനിമ ഷാറൂഖ് ഖാനെ വെച്ച് ചെയ്തു. അത് അന്ന് ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. ഷാറൂഖ് ഖാന് നാഷണൽ അവാർഡ് കിട്ടി. കുറെ ക്രിട്ടിക്സ് ഒക്കെ പറഞ്ഞിരുന്നു ഇതൊരു വിജയ്ക്ക് വേണ്ടി ഒരു എഴുതിയൊരു സ്ക്രിപ്റ്റ് അതേപടി കൊണ്ടുപോയി വിജയുടെ ഡേറ്റ് ഇട്ട് അത് ഷാറൂഖ് ഖാനെ വെച്ച് ചെയ്തു എന്നൊക്കെ ക്രിട്ടിക്സ് പലതൊക്കെ പറഞ്ഞു. എന്തൊക്കെ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാലും ആക്ച്വലി അതിനുശേഷം ജവാൻ ഭയങ്കരമായിട്ട് വിജയിപ്പിച്ചു. ഇപ്പോൾ അല്ലു അർജുനെ വെച്ചിട്ട് സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെയുള്ള ഏറ്റവും വലിയ അല്ലു അർജുന്റെയും ആറ്റ്ലിയുടെയും തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് പറയുന്നത്. തമിഴല്ല, തമിഴും തെലുങ്കും എല്ലാ ഭാഷയിലും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഈ അടുത്ത് ഇറങ്ങിയിരുന്നു. എന്തായാലും ടെറി എന്ന് പറയുന്ന ഒരു സിനിമ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. അത് ഇന്നും നമുക്ക് എന്താ പറയുക കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്ന 10 വർഷമായി. അപ്പോൾ തെറി തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അതല്ലാതെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക.